நடிகன் விஜய் நடிகன். ஆமா, நான் நடிகன் தான். இப்ப யாரும் இல்லைன்டா. என்னமோ புதுசா கண்டுபிடிச்ச மாதிரி. ஆனா நான் அரசியலுக்கு வந்துட்டு நடிக்கல. அரசியல் நான் நடிக்கல. ஆனா நீங்க என்ன பண்றீங்க? அரசியல்ல இருந்துகிட்டே நாடகம் மேல நாடகம் போடுறீங்களே. அப்ப உங்க எல்லாரையும் നാടക നടികர்கள்னு சொல்லாமா? കേരളം UDF പിടിച്ചെടുത്തതിനേക്കാൾ കൂടുതൽ റൊമാൻറ്റിഫിക്കേഷൻ വെറും 3 വർഷം കൊണ്ട് 42ഉം 50ഉം വർഷമൊക്കെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളെ തോറ്റ് വെറും 3 വർഷം കൊണ്ട് അധികാരത്തിൽ കയറിയ വിജയെ നമുക്ക് ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല. ഉയരങ്ങളിൽ തന്നെയാണ് ആളുകളതാണ്. ജാതി രാഷ്ട്രീയത്തിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെയാണ് വിജയ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങ് നടന്നു കയറിയിട്ടുള്ളത്. സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയം എന്ന് പ്രകാശ് രാജിനെ പോലെയുള്ള ആളുകളൊക്കെ പറയും നമ്മൾ കേട്ടു. സിനിമ കാണുമ്പോൾ ഞങ്ങൾ കൈയടിച്ചു കൊള്ളാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് കിട്ടണമെന്നില്ല എന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ ശരത് കുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, വിജയ്ക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളത്. അവനൊക്കെ ഏത് അണ്ണാക്കിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അറിയില്ല കേട്ടോ. BJPക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആളുകളെ അവിടെയുള്ളൂ. സ്റ്റാലിൻ സംസാരിക്കാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെയൊക്കെ തരിപ്പണമാക്കിക്കൊണ്ട് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ആ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അയാളുടെ ക്വാളിറ്റി തന്നെയാണ്. 1 രൂപ എനിക്ക് കക്കേണ്ട ആവശ്യമില്ല, കോടിക്കണക്കിന് രൂപ ഞാൻ കണ്ടു മറന്നതാണ് എന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഏതെങ്കിലും ഒരു നേതാവിനത് പറയാൻ കഴിയുമോ 1 രൂപ ഞാൻ കക്കില്ല എന്നുള്ളത്? ആ ചോദ്യത്തിന്റെ മുന്നിൽ സ്റ്റാലിൻ പോലും മുട്ടുമടക്കി എന്ന് പറയേണ്ടി വരും. ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, സിനിമ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തോറ്റ് തുന്നമ്പാടി അങ്ങ് പോയിട്ടുണ്ട്. വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ആളുകൾക്കുള്ള സ്നേഹം ഉണ്ടല്ലോ, സിനിമ കണ്ടുകൊണ്ടുണ്ടായ സ്നേഹം തന്നെയാണ്. പക്ഷേ പല സിനിമകളും പറഞ്ഞ കഥകൾ നിങ്ങളൊന്ന് ആലോചിക്കണം, നല്ലതാണ്. പല സിനിമകളും ഈ രാജ്യം അനുഭവിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനോട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം വിജയ്ക്ക് അന്നും ഇന്നും എന്നുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മനോഭാവം എന്ന് പറയുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നതും വിഗ്രഹങ്ങൾ ചവിട്ടി ഉടയ്ക്കുന്നതുമാണ് എന്ന ഒരു ബോധം ഇവിടെ കുറെ ആളുകൾക്കുണ്ട്. അതൊരിക്കലും കമ്മ്യൂണിസ്റ്റുകാരിലില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ പറയുന്നത്, വീണ് കിടക്കുന്നവനെ സഹായിക്കുന്ന കമ്മ്യൂണിസ്റ്റ്. അയൽവാസി പട്ടിണിയായിരിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കരുത് നമ്മളെന്ന് മുഹമ്മദ് നബി പറഞ്ഞതുപോലെ അതാണ് കമ്മ്യൂണിസം. തളർന്നു വീഴുന്നവനെ ഒരു കൈത്താങ്ങെങ്കിലും കൊടുത്തവനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതാണ് കമ്മ്യൂണിസം. ആ ഒരു മനോഭാവം തന്നെയാണ് വിജയിയുടേത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. എങ്ങനെയാണ് വിജയ് ആ രാഷ്ട്രീയ പാർട്ടി അവിടെ ജയിപ്പിച്ചത് എന്നല്ലേ കാണാം. மக்கள் பணத்திலிருந்து ஒரு பைசா கூட தொட வேண்டிய அவசியமே எனக்கு இல்ல. உங்களுக்கு புரியுதுங்களா? உங்களுக்கு மக்களுக்கு தப்பே நடக்க விட மாட்டேன். இப்ப நான் சொன்னல, மக்கள் காசுல இருந்து ஒரு பைசா கூட தொட மாட்டேன்னு. அத இப்ப ஆண்டுகிட்டு இருக்கிறவங்க, இதுக்கு முன்னாடி ஆண்டவங்க தில்லா சொல்ல முடியுமா? என்னை எதிர்த்துட்டு இருக்கிறவங்களால ദില്ല ഗട്സ ഗെത്ത ഇതാ சொல்ல முடியுமா? ഒരിക്കലും കഴിയില്ല മറ്റുള്ള ആളുകൾക്ക് അത് പറയാൻ. കാരണം അവരുടെ ഉപജീവന മാർഗം പൂർണ്ണമായിട്ടും രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ വിജയ് സമ്പാദിക്കാനുള്ളത്തോളം സമ്പാദിച്ചു. 200 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത്. ഈടെ വിട്ട് തളർത്താൻ ശ്രമിച്ചിട്ട് പോലും അവർ മൂഞ്ചി തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. എല്ലാം കൃത്യമാണ്, എല്ലാം കൃത്യമായി പേപ്പറിലുണ്ട്, എല്ലാം അക്കൗണ്ടബിൾ ആണ്. പക്ഷേ ഇതേപോലെ സ്റ്റാലിനെ പോലെയുള്ള ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ആരവം നിങ്ങൾ കേൾക്കണം. സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അതാണ് വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പവർ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളൊക്കെ ഓരോ നടീനടന്മാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത്, പിറന്നാൾ ദിവസങ്ങളിൽ ഓരോ മനുഷ്യന്മാരും ഇൻഡിവിജ്വലായിട്ട് സ്റ്റാറ്റസ് പോലും വെക്കാറുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഫോട്ടോ ചിലപ്പോൾ ഷെയർ ചെയ്യുമായിരിക്കാം. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, വ്യത്യസ്തമാണെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ സിനിമാ മേഖലയിലൂടെ കടന്നു വന്നു കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വിജയ്ക്ക് അത്യാവശ്യം നല്ല പിന്തുണ ഉണ്ട്. ഇനി ഏറ്റവും അതിശയകരമായ മറ്റൊരു കാര്യമാണ്, അതായത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മത്സരാർത്ഥികളായിട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും കൊണ്ട് അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നുണ്ട്. അതൊന്ന് കാണാം. ജയിച്ചു വന്ന പിറகு மக்கள் பணத்தில் ஒரு பைசா கூட தொடமாட்டேன். ஊழல் கரை படியவே விடமாட்டேன்.
பெண்கள் பாதுகாப்பை உறுதிப்படுத்துவேன். போதையில்லா தமிழகத்தை உருவாக்குவேன். சட்டம் ஒழுங்கை சரி செய்ய துணை நிற்பேன். ஒரு நாளும் மக்கள் விரோத செயலில் ஈடுபட மாட்டேன். இது சத்தியம். தேங்க்யூ. மக்களே, இது உறுதிமொழியெல்லாம் கிடையாது, இது உத்தரவாதம். ഒരു പാരമ്പര്യവും ഇല്ല, രാഷ്ട്രീയ പാരമ്പര്യം, സിനിമാ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹം ഇപ്പൊ കാണിച്ച ഈ ഒരു കാര്യം ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്ന കാര്യമല്ല. ഞങ്ങൾ ഒരു രൂപ കക്കില്ല എന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയാം? ഇടതുപക്ഷത്തിന് പറയാൻ കഴിയോ? വലതുപക്ഷത്തിന് പറയാൻ കഴിയോ? BJPക്ക് പറയാൻ കഴിയോ? കഴിയില്ല. ശോഭാ സുരേന്ദ്രന്റെ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, ആ വന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്നും 25 ലക്ഷം രൂപ അതെനിക്ക് വേണം, കാരണം ഞാൻ നാട് നന്നാക്കാനിരിക്കുന്നതല്ല എന്ന് പറഞ്ഞ ശബ്ദ സന്ദേശം. അതാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഇതൊരു കച്ചവടമായിട്ടും തന്നെയാണ് കാണുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ പണം കട്ടുമുടിക്കാൻ വേണ്ടി കുറെ എണ്ണം വരാറുണ്ട് എന്നുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ ബസ് സ്റ്റോപ്പുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുന്നുള്ളതാണ്. 25 ലക്ഷം രൂപയൊക്കെ ആവും ചില ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാക്കിയ പൈസ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ ചിരി വരുന്നുള്ളതാണ്. നമ്മളെ പൈസയും വാങ്ങിയിട്ട് നമ്മളെ ഏമാത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വിജയ് വ്യത്യസ്തനാവുന്നത്. ഒരു രൂപ പോലും ഞങ്ങൾ കക്കില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കഴിഞ്ഞില്ല, ബാക്കി. நாங்க பொய் வாக்குறுதிகள்லாம் கொடுக்க மாட்டோம். மக்களுடைய தேவைகள் என்னன்னு சரியா புரிஞ்சுக்கிட்டு அதுக்கு ஏத்த மாதிரி தான் நாம செயல்படுவோம். 6 சிலிண்டர்கள் தாய்மார்களுக்கு கட்டணம் இல்லாம அன்னபூர்ணி சூப்பர் 6 திட்டம் சொன்ன மாதிரியே நிறைவேற்றுவோம். கல்யாணம் ஆகி போற நம்ம தங்கைகளுக்கு 1 பவுன் தங்கமும் பட்டு சேலையும் சொன்ன மாதிரியே கொடுப்போம். 60 வயசு வரைக்கும் இருக்கிற குடும்ப தலைவிகளுக்கு மாதந்தோறும் 2500 சொன்ன மாதிரியே கொடுப்போம். என்னுடைய அம்மா, அக்கா, தங்கைகள் எல்லாருமே தமிழ்நாட்டுல எந்த மூலையிலிருந்து எங்க வேணாலும், தமிழ்நாட்டுக்குள்ள எந்த பஸ்ல வேணாலும் ஃப்ரீயா சொன்ன மாதிரியே ஃப்ரீயா போகலாம். கல்வி, ரேஷன், மருத்துவம், குடிநீர், சாலை வசதி, பஸ் போக்குவரத்து, இந்த மாதிரி அடிப்படை விஷயங்கள்ல தான் எங்களுடைய முதல் கவனம் இருக்கும். എടാ, കല്യാണപ്രായമായ, കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിക്ക് 1 പവൻ സ്വർണവും പിന്നെ അവർക്കുള്ള വസ്ത്രം കൊടുക്കും. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനൊരു തങ്കമോതിരം കൊടുക്കും. ഇങ്ങനെയൊക്കെ ആർക്ക് പറയാൻ കഴിയും? നമ്മുടെ നാട്ടിലിപ്പോൾ UDFന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. UDF പറഞ്ഞതിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആണ്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് സാമ്പത്തിക സഹായം, പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം, പിന്നെ പലിശരഹിത വായ്പേനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വിജയ് പറഞ്ഞതിന്റെ അടുത്തേക്ക് അത് എത്തില്ല എന്ന് തോന്നിപ്പോകുന്നു. അത്രമാത്രം ചെലവാകുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ഫണ്ട് ചെലവാകുന്ന ഒരു കാര്യമാണ്. അത്ഭുതം. പിന്നെ എങ്ങനെയാണല്ലേ ആ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക? நம்மளுடைய விஷன் என்னன்னு சொல்லணும்னு நான் கொஞ்சம் ஆசைப்படுறேன். எல்லாருக்கும் நிரந்தரமான வீடு இருக்கணும். ஒவ்வொரு வீட்டுக்கும் ஒரு மோட்டார் சைக்கிள் வாகனம் உறுதியா இருக்கணும். காரும் தான் லட்சியம். அதுக்கான வசதி வாய்ப்பை உருவாக்குற அளவுக்கு பொருளாதார வளர்ச்சிக்கு வழியை உண்டாக்கணும். ஒவ்வொரு வீட்டில் இருக்கிற ஒவ்வொருத்தரும் மினிமம் டிகிரி படிச்சிருக்கணும். ஒவ்வொரு வீட்லயும் குறைந்தபட்சம் ஒருத்தருக்கு நிரந்தர வருமானம் கிடைக்கணும். அதுக்கான வேலை வாய்ப்பை உருவாக்கணும். அதுக்கு தகுந்த மாதிரி கல்வியில பாடத்திட்டத்துல சீர்திருத்தம் செய்யணும். கவர்மெண்ட் ஹாஸ்பிட்டல்ஸுக்கு மக்கள் எல்லாரும் பயம் இல்லாம நம்பி போற மாதிரி மாத்தணும். பருவமழை காலத்துல ஏற்படுற வெள்ளத்தால ஊரும் சரி, மக்களும் சரி, விவசாயமும் சரி பாதிக்கப்படாம இருக்கணும். மீனவர்களோட, தொழிலாளர்களோட, நெசவாளர்களோட, அரசு ஊழியர்கள் மற்றும் ஆசிரியர்களோட கருத்து கேட்டு அவங்களுக்கான பாதுகாப்பு மற்றும் வளர்ச்சி திட்டங்களை உருவாக்கணும். உருவாக்குறது மட்டும் இல்ல, அதை செயல்படுத்தணும். முக்கியமா இண்டஸ்ட்ரியல் டெவலப்மெண்ட்ஸ்ல கான்சென்ட்ரேட் பண்ணணும். சட்டம் ஒழுங்க ரொம்ப ஸ்ட்ரிக்டா வச்சிருக்கணும். நம்மளுடைய அம்மா, அக்கா, தங்கச்சிகள், அவங்களுடைய பிள்ளைகள், குழந்தைகள் எல்லாருக்கும் பாதுகாப்பு, அதுவும் உண்மையான ஸ்ட்ராங்கான பவர்ஃபுல்லான பாதுகாப்பை உண்டாக்கணும். அண்ணா யூனிவர்சிட்டியில நடந்த அந்த பெண்ணுக்கு நடந்த அந்த பிரச்சனை மாதிரியோ, இல்ல கோவையில நடந்த அந்த கல்லூரி பெண்ணுக்கு நடந்த பிரச்சனை மாதிரியோ அதெல்லாம் நடக்க விடவே கூடாது. நம்ம வீட்டு பெண்கள் ஸ்ட்ராங்கா, பயமே இல்லாம தைரியமா இருக்கணும். എന്താ പൊന്നെ, സിനിമയിലെ ഡയലോഗ് പോലത്തെ ഡയലോഗാണ്. പക്ഷെ അത് ഇയാൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും.
സ്ത്രീകളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്, സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഊർജത്തോടു കൂടി ആർജവത്തോടു കൂടി സിനിമ ഡയലോഗ് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് സിനിമയിലെ ഡയലോഗുകൾ പോലെ പറഞ്ഞു പറ്റിക്കാനല്ല പോകുന്നേ, അത് ചെയ്യും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യമാണ്. എനിക്കിനി ഒന്നും നോക്കാനൊന്നുമില്ല, ജനങ്ങളെ ഞാൻ സേവിക്കും എന്നുള്ളത്. പവർഫുൾ വാക്കാണ് അതൊക്കെ. மக்கள் காசுல மக்களுக்கு செய்யறதை எப்படி இலவசம்னு சொல்லுவீங்க? அப்படியே செஞ்சிட்டாலும் ஓசியில போறேன்னு சொல்லி அசிங்கப்படுத்துறீங்க. என்ன கேட்கறதுக்கு ஆள் இல்லைன்னு நினைச்சீங்களா? மக்களுக்கு ஒண்ணுன்னா இந்த விஜய் வந்து நிப்பா, இந்த விஜய் வந்து கேள்வி கேட்பா. இந்த விஜய் எப்பவுமே மக்கள் பக்கம் தான், அதே மாதிரி மக்களும் என் பக்கம் தான். என் மக்கள் மானத்தோட மரியாதையோட கௌரவத்தோட வாழணும். என் மக்கள் யாருக்கும் கீழே கிடையாது. വാന്റെ പൊന്നെ, നിങ്ങളിപ്പോ സൈഡിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് തന്നെ ഉണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യാതിരിക്കുള്ളൂ? നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വരിക, അയാളെല്ലാവരും കളിയാക്കുകയാണ്. സിനിമയല്ല ഇത് ജീവിതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സിനിമ എന്താണെന്നും ജീവിതം എന്താണെന്നും ഒരു യഥാർത്ഥ ഹീറോ ആയിട്ട് നിന്നങ്ങ് കാണിച്ചു തന്നില്ലേ? അങ്ങ് തൂത്ത് വാരിയില്ലടോ. അതാണ് പവർ. വെറും 3 വർഷം കൊണ്ടാണ് അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ പോകുന്നത്. ഇതൊക്കെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ മുകളിലേക്ക് പറയേണ്ടി വരും. അപ്പോൾ രജനികാന്ത് പറഞ്ഞതുപോലെ ആർക്കും MGR ആവാനൊന്നും കഴിയില്ല, പക്ഷേ MGR ആവണ്ട, അതിൻ്റെ മുകളിൽ പോകാൻ കഴിഞ്ഞാലോ? ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. ആ പേര് ചിലപ്പോൾ വിജയ് എന്നായിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. ഞാനിപ്പോൾ കേരളം UDF തൂത്തുവാരിയല്ലോ, അതിനെ താഴ്ത്തി കെട്ടി സംസാരിച്ചതല്ല കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയതിൽ ക്ഷമിക്കണം. അതിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എനിക്ക് വിജയ് ഒറ്റയാൾ പോരാട്ടം തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.